പ്രേസ് ദ ലോർഡ്. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഉള്ള എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പഠനത്തിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട 4 പോയിന്റുകളെ കുറിച്ചാണല്ലോ പഠിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ആ സൃഷ്ടിപ്പിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവനായിട്ടില്ല. കഴിഞ്ഞ തവണ പറഞ്ഞ് നമ്മൾ നിർത്തിയത്, ദൈവം ആദമിനോട് പറഞ്ഞത് സകലത്തെയും അടക്കി വാഴുവീൻ. അപ്പോൾ എന്തിനെയാണ്? ലോകത്തിലുള്ള സൃഷ്ടികളെ, ജന്തുക്കളെ മാത്രമല്ല, എന്നാൽ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൽ വ്യാപരിക്കുന്ന ഒരാത്മാവ് ഈ ലോകത്തിലുണ്ടായിരുന്നു. അതിന് നമുക്ക് എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. ഇവയെ അടക്കി വാഴണമെന്നാണ് പറഞ്ഞത്. അടക്കി വാഴുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ അച്ചടക്കം എന്ന് കുട്ടികളെ നമ്മളോട് അച്ചടക്കത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൻ്റെ മീനിങ് മനുഷ്യനിലുള്ള പൈശാചിക പ്രവണതകളെ അടക്കുക എന്നാണ്. അത് ഡിക്ഷണറിയിൽ അതിൻ്റെ മീനിങ് എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എ കൺട്രോൾ ഓർ ഓർഡർ എക്സസൈസ്ഡ് ഓവർ പീപ്പിൾ ഓർ ആനിമൽസ്. അടക്കുക എന്ന് പറഞ്ഞാൽ പൈശാചിക പ്രവണതകൾ ഈ പ്രകൃതി നമുക്ക് ചുറ്റുമുണ്ട്, മനുഷ്യൻ്റെ ഉള്ളിലുമുണ്ട്. ആ പ്രവണതകളെ അടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രകൃതിയുടെ മേലും വാഴുവാനും ദൈവിക സ്വഭാവങ്ങൾ നമുക്ക് ആർജിക്കുവാനും കഴിയുകയുള്ളൂ. ആകാശത്തിലെ സൈന്യങ്ങളെ ആരാധിക്കാൻ ചിലർ പ്രലോഭിപ്പിക്കപ്പെടാറുണ്ട്. ആവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവണതകൾക്ക് നാം പ്രലോഭിക്കപ്പെടുവാനിടയാകരുത്. അടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യമാണ്. ഈ വീഴ്ചയുണ്ടായതിന് ശേഷമാണ് മൃഗങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലേ സിംഹം ഇവയൊക്കെ ഉപദ്രവം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനു മുമ്പ് അവയൊക്കെ ശാന്തരായിരുന്നു. അന്ന് അവയെ അടക്കി വാഴേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവയേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് പൈശാചിക ശക്തികളാണ്. അപ്പോൾ അതിനെ അടക്കി അതിൻ്റെ മേൽ ജയമെടുത്ത് മുൻപോട്ട് പോകാനാണ് ദൈവം അന്ന് മനുഷ്യനോട് കൽപ്പിച്ചത്. അതുതന്നെയാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. സദൃശവാക്യം 20-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ ഒരു വചനം വായിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിനെ ദൈവം വെച്ചിട്ടുണ്ട്. യഹോവയുടെ ദീപമാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ്. നമ്മൾ ആരാണ്? എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം അവൻ്റെ കൈപ്പണിയാണ്. ദൈവം തൻ്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതാണ്. 100-ാം സങ്കീർത്തനത്തിനകത്ത് നമ്മൾ കാണുന്നത് ദൈവം അവൻ നമ്മെ ഉണ്ടാക്കി. തീർച്ചയായും നാം ദൈവത്തിന് വിധേയപ്പെട്ട് പിശാചിനോട് എതിർത്ത് നിന്ന് ദൈവസ്വഭാവത്തെ വളർന്നു വരേണ്ടതാണ് ആവശ്യം. 119-ാം സങ്കീർത്തനത്തിൻ്റെ 73-ാം വാക്യത്തിലും പറയുന്നു, തൃക്കൈകൾ എന്നെ മെനഞ്ഞുണ്ടാക്കി. ദൈവത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ വിശിഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ. ഇയ്യോബ് 10-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ദേഹം, ദേഹി, ആത്മാവിനെ സൃഷ്ടിച്ചതിന് വേറെ വേറെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിന്റെ കൈ എന്നെ ഉരുവാക്കി, ചമച്ചു, മെനഞ്ഞു എന്ന് 3 വാക്കുകൾ നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ ദൈവം മനുഷ്യനിൽ 3 ഭാഗമാണ് ഉണ്ടാക്കിയത്: ദേഹം, ദേഹി, ആത്മാവ്. സങ്കീർത്തനം 139-ന്റെ 14-ാം വാക്യത്തിൽ എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അത്യന്തം അത്ഭുതകരമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുടം, ക്രൗൺ ഓഫ് ക്രിയേഷൻ. പിന്നെ ദൈവം മനുഷ്യൻ്റെ സൃഷ്ടിക്ക് ശേഷം 7-ാം ദിവസം ദൈവം നിവൃത്തനായി ശാബത്തിനെ അനുഗ്രഹിച്ചു. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു.
അപ്പോൾ 6 ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കി. ദിവസം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അത് എത്ര സംവത്സരം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ 2000 വർഷത്തെ ചരിത്രമാണെന്ന് നമ്മൾ ചിന്തിച്ചുവല്ലോ. 2000 വർഷങ്ങളിലെ ചരിത്രമാണ് ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. അപ്പോൾ 6 ദിവസം കൊണ്ട് മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ഒക്കെ ദൈവം നമുക്ക് മനുഷ്യർക്ക് തന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് സൃഷ്ടിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് വീഴ്ചയെക്കുറിച്ച് ചിന്തിക്കാം. വീഴ്ചയെക്കുറിച്ച് ഉൽപ്പത്തി 3ഉം 4ഉം അധ്യായങ്ങൾക്കകത്താണ് നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി 3ഉം 4ഉം അധ്യായം 3ൻ്റെ 1-ാം വാക്യം, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അതായത് പാമ്പ് നമ്മളിവിടെ കാണുന്നു അല്ലേ. അത് നമ്മൾ ഈ പാമ്പ് ആരാണെന്ന് അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പോകണം. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പാണെന്ന് വെളിപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അപ്പോൾ ഈ പഴയ പാമ്പ് പിശാചും സാത്താനും തന്നെയാണ്. ഏദൻ തോട്ടത്തിൽ വെളിപ്പെട്ട് ഹവ്വായെ ചതിച്ചതായ ആ പാമ്പ് പിശാച് തന്നെയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, കർത്താവായ യേശു ഈ പാമ്പിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്ന കാര്യം. ലൂക്കോസ് 10:18. 70 പേര് കർത്താവ് സുവിശേഷ വേലയ്ക്ക് അയച്ചവർ മടങ്ങി വന്നിട്ട് പറയുകയാണ്, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവനവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നില്ലത്രേ, സന്തോഷിപ്പിക്കും. അപ്പോൾ അവർ ദൈവം ആദ്യം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പോൾ പൈശാചിക ശക്തികൾ ഈ കർത്താവിനെ അവയൊക്കെ കാണാൻ കഴിയും, എന്നാൽ മനുഷ്യരുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ സാത്താനാണ് ഈ പാമ്പിൻ്റെ രൂപത്തിൽ കടന്നു വന്നതെന്നുള്ളതിന് ഈ ദൈവവചനത്തിൽ കൂടെ നമുക്കിതൊക്കെയും കാണാൻ കഴിയുന്നു. പാമ്പ് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്? പാമ്പ് പിശാചിൻ്റെ പ്രതീകമാണ്. പാമ്പിൻ്റെ രൂപത്തിലാണ് പിശാച് മനുഷ്യരുടെ അടുത്തേക്ക് വന്നത്, ഹവ്വായെയും ആദാമിനെയും അവരെ വഞ്ചിച്ചത്. ഈ പാപം ചെയ്ത് മത്സരിച്ച ദൂതന്മാരാണല്ലോ പൈശാചിക ശക്തികൾ. അവരെ തള്ളിയിട്ട് കളഞ്ഞതാണ് എന്ന് യെഹെസ്കേൽ 28:16 നമ്മൾ വായിക്കുന്നുണ്ട്. യെഹെസ്കേൽ 28:16 അവർ ദേവപർവ്വതത്തിൽ 28:16, നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഒരു കൂട്ടം മാലാഖമാരായിരുന്നു അവർ. അവർ കാണിച്ചപ്പോൾ ദൈവത്തോട് അഹങ്കാരം, ദൈവത്തെക്കാൾ ഉന്നതരാകണമെന്നുള്ളതായ കാര്യത്തിൽ അവർ മത്സരിച്ചപ്പോഴാണ് അവരെ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞത്. അതാണ് പിശാചും സാത്താനും. ഏദൻ തോട്ടത്തിലേക്ക് നമ്മൾ തിരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുന്നത് സ്ത്രീയുടെ കാര്യത്തിൽ ആദ്യം പാമ്പ് എന്താണ് ഹവ്വയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്? ഒരു സംശയം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവമായിട്ട് 3:1 നമ്മൾ വായിച്ചു വരുന്നുണ്ടല്ലോ. 3:1 സകല ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട്. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചോദ്യം കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നത്തക്ക രീതിയിലാണ്. അപ്പോൾ സ്ത്രീ ചിന്തിച്ചു നോക്കും, ദൈവം അങ്ങനെ വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ? യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല. അവൾക്കറിയാം. എന്നാൽ ഹവ്വ ദൈവം പറയാത്തൊരു കാര്യം കൂടെ പാമ്പിനോട് മറുപടി പറയുന്നുണ്ട്. അത് തുടരരുതെന്നുകൂടെ ദൈവം ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ ശരിക്കും ഹവ്വായിക്കോടല്ല ദൈവം നേരിട്ട്
ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിരുന്നത് ഹവ്വായെ വെളിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആദാമിനോട് പറഞ്ഞിരുന്നതാണ്. ഇൻസ്ട്രക്ഷൻസ്, നിയമങ്ങൾ ആദാമിനോടാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നേരിട്ട് ഹവ്വ ദൈവത്തിൽ നിന്ന് കേട്ടിരുന്നില്ല. ഉൽപ്പത്തി 5:2 ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ആദാം എന്ന് പേരിട്ടു. എന്നാൽ അതിന് ശേഷമാണ് ഹവ്വായെ വേർപെടുത്തിയത്. അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഹവ്വ നേരിട്ട് കേട്ടിരുന്നില്ല. വീണ്ടും പിശാചിൻ്റെ ആ ചതിവ് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 3:4 വാക്യത്തിൽ പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും. അപ്പോൾ പാമ്പ് ഒരു നുണയാണ് പറയുന്നത്. ദൈവം പറഞ്ഞു ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ പാമ്പ് അതിന് നേരെ നുണയാണ് പറയുന്നത്. 3:5 പറയുന്നത് 3:5 അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അതായത് അവിടെ 2 കാര്യങ്ങൾ കൂടെയാണ് പറയുന്നത്. ആദ്യം നുണ പറയുന്നു, പിന്നെ പ്രൈഡ് ഓഫ് ലൈഫ്, ദൈവത്തെപ്പോലെയാകും. അതായത് ജീവനത്തിൻ്റെ പ്രതാപം. 1 യോഹന്നാൻ 2:16 നമ്മൾ കാണുന്നുണ്ടല്ലോ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ രീതിയിലാണ് പിശാച് നമ്മെ പ്രലോഭിപ്പിക്കുന്നത്. 3:6 ഉൽപ്പത്തി 3:6 ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഇതാണ് ഈ 3 രീതിയിലാണ് മനുഷ്യർ എപ്പോഴും പാപം ചെയ്യുന്നത്. 3 കാര്യം. ഒന്ന്, ശരീരത്തിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ആദ്യമേ അത് കാണുവാൻ ഭംഗിയുള്ള അതിനെ നോക്കിക്കഴിയുമ്പോൾ അത് കണ്ണുകളിലൂടെ അത് നമ്മുടെ മനസ്സിലെ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. ശരീരത്തിൽ നിന്നും അത് മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. അത് അവിടെ നിന്ന് അത് നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്നു. ഫോർ ദ ബോഡി, ഫോർ ദ സോൾ, അത് കഴിഞ്ഞ് ഇറ്റ് അഫക്ട്സ് ദ സ്പിരിറ്റ്. അപ്പം 3 കാര്യങ്ങൾ പിശാച് പറഞ്ഞു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും കൊള്ളാമെന്നാണ് അവൻ പറഞ്ഞത്. മനസ്സിലൊരു സംശയം ആദ്യം ജനിപ്പിച്ചിട്ട് ഒരു നുണ പറഞ്ഞിട്ട് ഒരു പ്രലോഭനത്തിലൂടെയാണ് വീഴിക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെ 3 രീതിയിലാണ്. യേശുവിന് ഉണ്ടായ പ്രലോഭനങ്ങൾ നമുക്കറിയാമല്ലോ. മത്തായി 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു 40 നാൾ ഉപവസിച്ചതിന് ശേഷം വിശന്നപ്പോൾ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ആഹാരത്തെ, അത് ശരീരത്തിന് ആവശ്യമുള്ള കാര്യം. പിന്നെ ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തിയിട്ട് താഴോട്ട് ചാടുവാൻ പറഞ്ഞു. അത് മനസ്സിനെ സംബന്ധിക്കുന്നതായ പരീക്ഷണം. പിന്നെ ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ഇതെല്ലാം കാണിച്ചു കൊടുത്തു, രാജ്യം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വീണെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന്. അപ്പോൾ അത് ആത്മാവിനോടുള്ള ബന്ധത്തിലാണ്. ശരീരത്തിന് വരുന്നത് ഭൗതിക ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. അപ്പത്തിൻ്റെ രൂപത്തിലാണ് ശരീരത്തിൻ്റെ ഉള്ള പരീക്ഷ അവിടെ ഉണ്ടായത്. മനസ്സിന് വരുന്നത് ദൈവത്തിൻ്റെ ആത്മീയതയിൽ നിന്ന് നമ്മളെ താഴോട്ട് ചാടിക്കുവാനാണ്, വലിച്ചിടുന്ന ഒരു പരീക്ഷണമാണ്. ആത്മാവിന് വരുന്നത് ആരാധനയോടുള്ള ബന്ധത്തിലാണ്. പിശാച് പറയുന്നത് ദൈവത്തെ മാത്രം ആരാധിക്കാവുള്ളൂ എന്നുള്ള സ്ഥാനത്ത് അവനെ ഒന്ന് ആരാധിക്കുക. പിശാചിൻ്റെ എപ്പോഴുമുള്ള ആഗ്രഹവും അവൻ്റെ കൊതിയും അവൻ ദൈവത്തെക്കാളും എല്ലാറ്റും കൊണ്ടും ദൈവത്തിൻ്റെ സിംഹാസനത്തേക്കാൾ ഉയർന്നിരിക്കണം എന്നുള്ള മോഹമാണ് അവനെ താഴേക്ക് വീഴിച്ചതും അവൻ ഇന്ന് ദൈവത്തിനെതിരായും ദൈവമക്കൾക്കെതിരായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഇതിനെയൊക്കെയും ജയിക്കണം, ഇതിനെ അടക്കി വാഴുവാനുള്ള അധികാരവും ദൈവം ആദാമിന് അന്ന് കൊടുത്തിരുന്നു. അതൊക്കെയാണ് ആദാമും ഹവ്വായും ആ ദൈവത്തോടുള്ള അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർക്ക് നഷ്ടമായി പോയത്. ഉൽപ്പത്തി 3:6 ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അതോ ദൈവം പറഞ്ഞതിന് വില കൊടുക്കാതെ പിശാച് പറഞ്ഞത് അവരെ അനുസരിച്ചു. അങ്ങനെ പിശാചിനെ അവരെ തന്നെ സ്വയം കീഴടക്കി. ദൈവത്തെ അവരെ തിരസ്കരിച്ചു. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണാം, അവർ എന്തായി തീർന്നു ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ? ദേ ബിക്കെയിം സെൽഫ് കോൺഷ്യസ്. അവർക്ക് സ്വയാവബോധമുള്ളവരായി തീർന്നു.
ഇതുവരെയും അവർ ദൈവ അവബോധമുള്ളവരായിരുന്നു. അവരുടെ ഇമേജിലേക്ക് അപ്പോഴാണ് അവർ നോക്കുന്നത്. നമുക്ക് ആരെ പോലെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഇതുവരെ അവർ ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ടായിരുന്നു, അവർ നോക്കുന്നില്ലായിരുന്നു. അവർ നേരത്തെ നഗ്നരായിരുന്നു, എന്നാൽ അതിനെക്കുറിച്ച് അവർക്ക് അവബോധമുണ്ടായിരുന്നില്ല. എന്നാൽ അവർ ദൈവത്തിൽ നിന്നവരുടെ ദൃഷ്ടി പാപം ചെയ്തപ്പോൾ മാറി അവരിലേക്ക് തന്നെ അവർ നോക്കാൻ തുടങ്ങി. യെശയ്യാ 53-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്, ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അപ്പോൾ അത് സ്വന്തം ഇഷ്ടത്തിന് തിരിഞ്ഞു. അതാണ് പാപം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ വിട്ട് സ്വന്തം ഇഷ്ടത്തിലേക്ക് തിരിയുന്നതിനാണ് പാപം. അങ്ങനെ മനുഷ്യൻ അവൻ്റെ വഴിക്ക് തിരിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, അവൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞു. അവൻ തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ. അതുകൊണ്ട് ബൈബിളിനകത്ത് 3 തരത്തിലുള്ള മരണങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 1 ആത്മാവിൻ്റെ മരണം, മനസ്സിൻ്റെ ലേഹിയുടെ മരണം. 3 ശരീരത്തിൻ്റെ മരണം. ആത്മാവ് ദൈവത്തിൽ നിന്നും വേർപെട്ടു. ഇപ്പോൾ അവർ പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്നുള്ളൊരു വേർപാട്, ഒരു മരണം ആത്മാവിന് ഉണ്ടായി. സോൾ അല്ലെങ്കിൽ ദേഹി ദൈവത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും മനസ്സ് മാറിയിട്ട് വേറൊരു യജമാനന് ആയിത്തീർന്നു, പിശാചിൻ്റെ അടിമയായിത്തീർന്നു. ഇപ്പോൾ അവൻ്റെ യജമാനൻ ദൈവമല്ല, പിശാചായിത്തീർന്നു. അതുകൊണ്ടാണ് നാം കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം, വീണ്ടും ജനിക്കണം, യേശുവിനെ നമ്മുടെ യജമാനനായിട്ട് സ്വീകരിക്കണം എന്ന് പറയുന്നത്. വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴുള്ള ജനിച്ചപ്പോൾ നമുക്ക് എല്ലാവരിലുള്ളതായ ആ അധികാരം, പൈശാചികൻ്റെ അധികാരം അവൻ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോൾ അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് ശരീരത്തെയും ആത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ ചിന്തിക്കുന്നതൊക്കെ മനസ്സിലാണ്. അത് ഈ ശരീരം ആത്മാവിനോടും ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സാണ്, ശരീരത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സാണ്. ആത്മീയ ജീവിതത്തിൻ്റെ പ്രധാന തോത് നമ്മുടെ ചിന്താജീവിതമാണ്. നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അത് പ്രധാനമാണ്. അവരുടെ ആദാമിന് ഹവ്വയ്ക്ക് എന്ത് സംഭവിച്ചു? അവർ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മതിയാക്കി, അതിൽ നിന്ന് മാറി. ഇപ്പോൾ അവരെ സ്വാധീനിക്കുന്ന ചിന്ത പൈശാചികൻ്റെ ചിന്തയിലേക്ക് അവർ ജഡം അല്ലെ ശരീരം എന്ന് പറയുന്നു. ആ മനസ്സ് ഇപ്പോൾ ആത്മാവിലേക്കല്ല, ആത്മാവ് പറയുന്നതിനെ അല്ല അനുസരിക്കുന്ന. ആത്മാവ് നിർജീവമായി പോയി പാപം ചെയ്തപ്പോൾ പിന്നെ ശരീരം പറയുന്നത് പോലെ, ജഡം പറയുന്നത് പോലെയാണ് അവർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ശരീരത്തിന് നാശമുണ്ടാകാൻ തുടങ്ങി, പ്രായം വർദ്ധിക്കാൻ തുടങ്ങി, നരകളൊക്കെയും ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ മരിച്ചത് ആത്മാവിലാണ്. എഫേസ്യർ 2-ന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പോൾ മരിച്ചത് അതിക്രമങ്ങളാലും പാപങ്ങളാലുമായിരുന്നു. അപ്പോൾ ദൈവം എന്നാൽ അതിനുള്ള ശിക്ഷ കൊടുത്തു. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി അവർക്ക് അരയാടയുണ്ടാക്കി. 11-ാം വാക്യം, നീ നഗ്നരെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്നവൻ ചോദിച്ചു. അവിടെ ദൈവം അവരോട് ചോദിക്കുകയാണ്, നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ആരോ അവനോട് വന്ന് സംസാരിച്ചു. ദൈവത്തിനെല്ലാം അറിയാം. അപ്പോൾ നീ ഇന്ന് അനുസരിക്കുന്നത് നീ കേൾക്കുന്നത് ഞാൻ പറഞ്ഞതല്ല, മറ്റാരോ പറയുന്നതാണ്. നിൻ്റെ മനസ്സിപ്പോൾ പിശാചിൻ്റെ സ്വാധീനത്തിലാണ്. ഉടനെ അതിൻ്റെ മറുപടിയായിട്ടൊക്കെയും ഹവ്വ പറയുന്നത് ഉൽപ്പത്തി 3-ന്റെ 13-ാം വാക്യത്തിൽ, യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന്, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അപ്പോൾ പിശാചിൻ്റെ വഞ്ചനയെ കുടുങ്ങിപ്പോയി, അവരുടെ യജമാനൻ മാറിപ്പോയി. അപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അതായത് നീ മരിക്കുമെന്നർത്ഥം. നിന്നെ നിലത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു, നീ മരിക്കും, മണ്ണിലേക്ക് തിരികെ ചേരും. ഭർത്താവ് എന്ത് ചെയ്തു? അവിടെ ഭാര്യയെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഭാര്യ എന്ത് ചെയ്തു? പാമ്പിനെ അനുസരിച്ചു. അനുസരണം കെട്ട ഒരുത്തൻ ഇപ്പോൾ നമ്മെ അനുസരിപ്പിക്കുക ഒരവസ്ഥയിലേക്ക് വന്നുപോയി. എന്നാൽ ആ പിശാചിനെ വാഴുവാനാണ് ദൈവം മനുഷ്യന് അധികാരം കൊടുത്തിരുന്നത്.
അത് നഷ്ടപ്പെടുത്തിയത് മനുഷ്യൻ തന്നെയാണ്, ദൈവമല്ല. മനുഷ്യൻ തന്നെയാണ് അതിൽ നിന്നും, ദൈവത്തിൽ നിന്നും അകന്നും മാറിപ്പോയത്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം അങ്ങനെ വിട്ടുപോയി. അനുസരണക്കേടിൻ്റെ ആത്മാവ് അതൊരു പൈശാചിക ബാധയാണ്. 1 തീമോഥെയോസ് 2 പറയുന്നുണ്ട്, സ്ത്രീയാണ് വഞ്ചിക്കപ്പെട്ട് പാപത്തിൽ നിന്ന് അകപ്പെട്ടത്. അതുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരോട് ചോദിച്ച് അവരുടെ അനുസരണത്തിലാണ് ജീവിക്കേണ്ടത്. പുരുഷന്മാർ ദൈവത്തെ, ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുക, സ്ത്രീകൾ പുരുഷന്മാരെ അനുസരിച്ച് ജീവിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുന്നത്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും 15-ാം വാക്യവും നമുക്ക് വായിക്കാം. 9-ാം വാക്യത്തിൽ, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ദൈവം മനുഷ്യനെ വിളിച്ചു. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപ തുടങ്ങുന്നത്. ഇത്രയും പാപം ചെയ്തിട്ടും ദൈവം എത്ര കരുണയും കൃപയും ഉള്ളവനാണ് നമ്മൾ കാണണം. അവനെ വീണ്ടും വിളിക്കുകയാണ്, നീ എവിടെയെന്ന് ചോദിക്കുന്നു. 15-ാം വാക്യത്തിൽ, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ വാക്യം ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. ഇവിടെ ദൈവത്തിൻ്റെ കൃപ ഇവിടെ ആരംഭിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനമാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഈ പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ ഒരു വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതായ ആ പ്രവചനം, വരവിനെക്കുറിച്ചുള്ള ആ പ്രവചനത്തിൻ്റെ ബൈബിളിനകത്ത് ഇരിക്കുന്ന ഒന്നാമത്തെ ഭാഗമാണ് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീഴ്ചയെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്. തുടർന്ന് നമുക്ക് ദൈവം അനുവദിച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ഭാഗത്ത് ചിന്തിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.